എല്ലാവർക്കും നമസ്കാരം. കാർഷിക ഓൺലൈൻ സെമിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ കൃഷിയും ഋഷി ഫൗണ്ടേഷനും കൂടി ഒരുമിച്ച് നടത്തുന്ന ഒരു സെമിനാറാണിത്. ഈ രണ്ട് പ്ലാറ്റ്ഫോമുകളും പ്രവർത്തിക്കുന്നത് കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. സമൂഹത്തിലെ ഉൽപ്പന്നങ്ങളെ ഇടനിലക്കാരില്ലാതെ വിൽക്കാനും വാങ്ങാനും ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്റെ കൃഷി. ഋഷി ഫൗണ്ടേഷനെ കുറിച്ച് പറയുവാണെങ്കിൽ കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു NGO ആണ്. അതിലൂടെ കാർഷിക രംഗത്ത് വരുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ സമൂഹത്തിലേക്ക് എത്തിക്കാനും അതുപോലെ നമ്മുടെ വീടുകളിൽ കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ പറ്റുന്ന ട്രേഡ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇന്ന് നമുക്ക് സെമിനാർ എടുക്കുന്ന വിഷയം മണ്ണിന്റെ അറിവ്, മണ്ണിന്റെ pH പരിശോധന. സെമിനാർ നയിക്കുന്നത് സുബ്രഹ്മണ്യൻ സർ റിട്ടയർഡ് അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ ആണ്. സാറിനെ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സെമിനാറിൽ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് സെമിനാർ സ്റ്റാർട്ട് ചെയ്യാം. സർ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ക്ലാസ് തുടങ്ങിയല്ലേ? അതെ സർ. ഓക്കെ സർ. ക്ലാസ് തുടങ്ങാം. ഓക്കെ സർ. നമ്മുടെ ഞാനൊന്ന് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. കാണുന്നുണ്ടോ എന്നൊന്ന് ഒരു റിപ്ലൈ കിട്ടിയാൽ വലിയ ഉപകാരം. ഉണ്ട് സർ, പ്രസന്റേഷൻ കാണാം. ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി, ഓക്കെ, താങ്ക് യു. ശരിക്കും നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ മണ്ണിനെ പറ്റി നന്നായിട്ട് അഗാധമായി അറിയേണ്ടതുണ്ട്. രണ്ടാമത്തത് മണ്ണിന്റെ pH പരിശോധന. ഇതാണ് നമ്മുടെ വിഷയം. ഇത് 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ തീരത്തില്ല. എന്നാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ അത് ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് ശരിക്കും പറഞ്ഞാല് മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ. ഇത് നിങ്ങൾ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഡയലോഗ്. അപ്പം ഒരു പ്രദേശത്തിന്റെ ജീവൻ ആ പ്രദേശത്തിന്റെ മണ്ണിനെ ആശ്രയിച്ചിരിക്കുന്നു. അതായത് ജീവനുള്ള മണ്ണിലെ ജീവജാലങ്ങൾ വളരുകയുള്ളൂ, അതായത് സൂക്ഷ്മജീവികൾ ഉണ്ടാവുകയുള്ളൂ, ഭൂമിക്ക് ഫലപുഷ്ടി ഉണ്ടാവുകയുള്ളൂ, ഫലപുഷ്ടി ഉള്ള മണ്ണിലെ സസ്യങ്ങൾ വളരുകയുള്ളൂ, സസ്യങ്ങൾ നന്നായി വളർന്നാലേ ഉൽപാദനക്ഷമത ഉണ്ടാവുകയുള്ളൂ, ഉൽപാദനക്ഷമതയുള്ള സ്ഥലത്തെ ജീവജാലങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇത് മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മണ്ണിന്റെ ഘടന നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാനുണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറെ പ്രവൃത്തികള് ഭൂമിയെ മുഴുവൻ മാറ്റപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ ചിത്രങ്ങൾ കാണിച്ചിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി, ജസ്റ്റ് കാര്യങ്ങളൊന്ന് മനസ്സിലാകാൻ വേണ്ടി. അപ്പൊ പ്രകൃതിയെ പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമാണ് പ്രകൃതി. അപ്പൊ ഈ പ്രകൃതിയില് ശരിക്കും നമുക്ക് മണ്ണിന്റെ ഘടന അതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. ധാതു മൂലകങ്ങൾ ഒരു മണ്ണെടുക്കുകയാണെങ്കിൽ ധാതു മൂലകങ്ങൾ 45%, വായു 25%, ജലം 25%, ജൈവാംശം 5%. ഇതാണ് ഏറ്റവും മികച്ച മണ്ണിന്റെ ഘടന. അതില് എക്കൽ അടിഞ്ഞ മണ്ണിൽ ഫലപുഷ്ടിത കൂടുതലാണ്. കളിമണ്ണ്, എക്കൽ മണ്ണ്, മണല് ഇവ എല്ലാം ഫലപുഷ്ടിയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. കളിമണ്ണ് എടുക്കുകയാണെങ്കിൽ, അതായത് കളിമണ്ണ് കൂടുതലുള്ള ഏരിയ അല്ലെങ്കിൽ കളിമണ്ണുള്ള പ്രദേശം എടുക്കുകയാണെങ്കിൽ അതില് ജലത്തിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അതായത് ജലം പതുക്കെ മാത്രമേ താഴേക്ക് ഇറങ്ങുകയുള്ളൂ. ആ സ്ഥലങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ മണൽപ്പറ്റുള്ള ഏരിയ ആണെങ്കിൽ മണ്ണിൽ നിന്ന് വെള്ളം വളരെ പെട്ടെന്ന് വാർന്നു പോകും. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ വെള്ളം സംഭരിക്കേണ്ടത് ശരിക്കും അണക്കെട്ടുകളിലല്ല, അത് സംഭരിച്ച് വയ്ക്കേണ്ടത് ജീവനുള്ള മണ്ണിലാണ്. അത് നമ്മൾ തെറ്റായ രീതിയിൽ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ വയൽ നികത്തല്, വയലാണ് ശരിക്കും വെള്ളത്തെ സംരക്ഷിക്കുന്നത്. അത് ഒരു സ്പോഞ്ച് പോലെ വെള്ളത്തെ ആഗിരണം ചെയ്ത് വയ്ക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഓരോ സ്റ്റെപ്പും ചെയ്യണം. അതുപോലെ തന്നെ ഭക്ഷ്യസാമഗ്രികൾ സംഭരിച്ചു വെക്കേണ്ടത് ഗോഡൌണുകളിലല്ല, അതും സംഭരിച്ചു വെക്കേണ്ടത് ജീവനുള്ള മണ്ണിലാണ്. അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളുടെയും ജീവന്റെ ഉറവിടം അല്ലെങ്കിൽ ഈറ്റില്ലം മണ്ണ് അഥവാ ഭൂമി ആണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ജീവൻ തുടിക്കുന്ന അതിസങ്കീർണമായ സംവിധാനത്തെയാണ് നമുക്ക് മണ്ണെന്ന് പറയാം. ഈ മണ്ണ്, ജലം, ജൈവസമ്പത്ത് എന്നിവ സംരക്ഷിക്കേണ്ടതാണ്. അത് ഓരോ പൗരന്റെയും കടമയാണ്.
ഇതിൽ ഇപ്പൊ ഞാൻ മണ്ണിന്റെ കാര്യം പറഞ്ഞു, അതിനോടൊപ്പം തന്നെ ജലത്തെ നമ്മൾ സംരക്ഷിക്കണം. നമുക്ക് ഏകദേശം കേരളം എന്ന് പറയുമ്പോൾ 45 ഡിഗ്രി ചരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഒഴുകി അറബിക്കടലിലേക്ക് പോകുന്നതും അതല്ലെങ്കിൽ നമ്മുടെ കർണാടകയിലേക്ക് ഒഴുകി പോവുകയാണ്. അപ്പം വെള്ളത്തെ നമുക്ക് സംരക്ഷിക്കണമെങ്കിൽ അത് മണ്ണിലേക്ക് ഇറക്കുകയാണ് ഏറ്റവും നല്ല ഘടകം. അതായത് ഓടുന്ന വെള്ളത്തെ, 3 സെന്റൻസ് കൊണ്ട് തീർക്കാണ് ഞാനത്. ഓടുന്ന വെള്ളത്തെ നടത്തുന്ന വെള്ളത്തെ കിടത്തുക, കിടക്കുന്ന വെള്ളത്തെ ഉറക്കുക. ഇത് ജലസംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെ പ്രകൃതി നമ്മളെ വളരെ കൂടുതൽ സഹായിക്കുന്നുണ്ട്. ആ സഹായം പ്രകൃതി എന്ന് പറയുന്നതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മണ്ണ് അറിഞ്ഞ് തന്നെ കൃഷി ചെയ്യണം. പക്ഷെ നമ്മുടെ പ്രകൃതിയിലെ ചില കാലാവസ്ഥ, ബാക്കിയുള്ള മാറ്റങ്ങൾ, വരൾച്ച, ഉരുൾപൊട്ടല്, പ്രളയം ഇവയുടെ അനന്തരഫലമായിട്ട് നമ്മുടെ മേമണ്ണാണ് നഷ്ടപ്പെടുന്നത്. മേമണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 ഇഞ്ച് കനത്തിലുള്ള മണ്ണാണ്. ആ 1 ഇഞ്ച് ഭൂമിയുടെ ആവരണമായിട്ട് കിടക്കുന്ന ആ 1 ഇഞ്ച് കനത്തിലുള്ള മണ്ണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ശുദ്ധമായ വായു, ജലവും എല്ലാം നമുക്ക് വരും തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യേണ്ടതാണ്. അപ്പോൾ ജീവന്റെ അടിസ്ഥാന ഘടകങ്ങൾ പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമാണ്. അതില് സൂര്യപ്രകാശം, വായു, ഭൂമി, ജലം, ആകാശം ഇവയൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതായത് ഇത് നമ്മുടെ കൃഷിയുമായിട്ട് വളരെ കൂടുതൽ ബന്ധമുണ്ട്. പഞ്ചഭൂതങ്ങളും കൃഷിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആ പഞ്ചഭൂതങ്ങളിലെ ഒരെണ്ണം ആണ് നമുക്ക് ഭൂമി. ഭൂമി എങ്ങനെയാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഞാൻ 2-3 പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. അതായത് കൃഷിയുടെ അടിസ്ഥാനമാണ് മണ്ണ്, അത് ഭൂമിയാണ്. പിന്നെ വിളകൾ വളരാൻ വേണ്ടിയിട്ടുള്ള ജലം, പോഷണം, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മണ്ണിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. അതായത് മണ്ണിന്റെ ഘടന, ഫലഭൂയിഷ്ഠതയും ജൈവാംശവും ഇവയെല്ലാം മികച്ച വിളവിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് മണ്ണ് സംരക്ഷണം പരമ്പരാഗത കൃഷി രീതിയിൽ വളരെ പ്രാധാന്യമായിട്ടാണ് പണ്ടുള്ളവർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വരും തലമുറകളും ഇപ്പോഴത്തെ തലമുറയും ഒക്കെ മണ്ണിനെ വളരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഘടകമായിട്ടാണ്. അപ്പം പഞ്ചഭൂതങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് എന്നുള്ളത് ഭൂമിയാണ്. രണ്ടാമത്തത് നമുക്ക് കൃഷിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് ജലമാണ്. ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ജലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജലമാണ് ശരിക്കും ജീവന്റെ നിലനിൽപ്പിന് ജലം ഏറ്റവും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കൃഷിക്കും അത്യാവശ്യമാണ്. വിളയുടെ വളർച്ചയ്ക്ക് ജലം അത്യന്താപേക്ഷിതമാണ്. കൃഷിക്ക് ആവശ്യമായ ഈർപ്പം നൽകാനും പോഷണം ചെടിയിലേക്ക് എത്തിക്കാനും ജലം അത്യാവശ്യമാണ്. കേരളത്തിലെ കർഷകരെ മഴയെ ആശ്രയിച്ചുള്ള കൃഷി രീതിയാണ് കൂടുതൽ കർഷകരും ചെയ്യുന്നത്. അതായത് മഴയെ ആശ്രയിച്ചുള്ള കൃഷി രീതിയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പഴമക്കാർ ചെയ്തു വന്ന ഞാറ്റുവേല കലണ്ടറുകളും ഇതുമൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതെല്ലാം കൂടിയാണ് ആ ജലത്തിന്റെ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ജലസംഭരണികളും ജല സംരക്ഷണവും പരമ്പരാഗത കൃഷി രീതിയിൽ വളരെ പ്രാധാന്യം ഉള്ളതുപോലെ തന്നെ നമുക്കത് വീണ്ടും തുടരേണ്ടതാണ്. മൂന്നാമത്തെ ഘടകമായിട്ട് നമുക്ക് പറയാനുള്ളത് അഗ്നിയാണ്. അഗ്നി എന്ന് പറയുമ്പോൾ കൃഷിയുമായിട്ട് എങ്ങനെയാണ് അഗ്നി ബന്ധപ്പെട്ട് നിൽക്കുന്നത് അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഘടകമാണ്. അത് അഗ്നിയുടെ ഒരു വകഭേദമായ തേജസ്, അതായത് സൂര്യപ്രകാശത്തിന്റെ രൂപത്തിലാണ് അഗ്നി കൃഷിയെ സഹായിക്കുന്നത്. അതായത് അഗ്നി കൃഷിയെ നിർണ്ണയിക്കുന്ന പ്രധാന പങ്കിൽ ഫോട്ടോസിന്തസിസ് അഥവാ ഹരിത സസ്യങ്ങള് അതിന്റെ ഹരിത വർണ്ണത്തില് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തില് അത് ഭക്ഷണം ഉണ്ടാക്കുന്ന ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയ. അതായത് ചെടി ഭക്ഷണം നിർമ്മിക്കുന്നതിനുള്ള പ്രധാന പങ്ക് സൂര്യപ്രകാശത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ തന്നെ താപനില, അതായത് സൂര്യപ്രകാശത്തിന്റെ താപത്തിന്റെ നില വിവിധ രീതിയിൽ കൃഷിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതായത് വിളയുടെ വളർച്ചയെ സ്വാധീനിക്കുന്നു, വിളവെടുപ്പിന്റെ സമയത്തെ സ്വാധീനിക്കുന്നു, കീടങ്ങളെ നിയന്ത്രിക്കുന്നതിനെ സ്വാധീനിക്കുന്നു, രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് സാധിക്കുന്നു, കീട സൂക്ഷ്മജീവികളുടെ നിയന്ത്രണത്തിന്, അതായത് അത് അമിതമായി വന്നാൽ അവയെ നിയന്ത്രിക്കാനും അഗ്നി നമുക്ക് സഹായകമാണ്. അതായത് നമ്മൾ പറഞ്ഞ സൂര്യപ്രകാശത്തിന് ഇമ്പോർട്ടന്റ് ഉണ്ട്. അതില് സൂര്യതാപീകരണം മുതൽ ഇതിനകത്തേക്ക് വരുന്ന ഘടകങ്ങളാണ്. അപ്പോൾ കൃഷി വിജയിക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഗ്നിയെ വളരെ കൂടുതൽ കൃഷിയിലേക്ക് കൊണ്ടുവരണം, അത് വിജയിപ്പിച്ചെടുക്കണം. എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശത്തെ മാക്സിമം നമ്മൾ ഉപയോഗിക്കണം എന്നർത്ഥം. കൃഷി വിജയിപ്പിക്കണമെങ്കിൽ സൗരോർജത്തിന്റെ കൊയ്ത്ത്
കൊയ്ത്താണ് വേണ്ടത്. ഒരിക്കലും സൂര്യപ്രകാശം നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്ന ഒരു അവസ്ഥ വരരുത്. അത് മുഴുവൻ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കൃഷി വിജയിപ്പിക്കണമെങ്കിൽ സൗരോർജത്തിന്റെ കൊയ്ത്താണ് അത്യാവശ്യം. സൗരോർജത്തിന്റെ കൊയ്ത്ത് എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഹരിത സസ്യങ്ങളുടെ ഇലയിൽ ക്യാച്ച് ചെയ്തെടുക്കണം, പിടിച്ചെടുക്കണം. ഒരു 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 തുള്ളി പോലും സൂര്യപ്രകാശം മണ്ണിലേക്ക് നേരിട്ട് പതിക്കാതെ നമുക്ക് ചെയ്യാം. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരു റോൾ മോഡൽ ആരാണ് എന്ന് ചോദിച്ചാൽ കൃഷിയുടെ റോൾ മോഡൽ പ്രകൃതിയാണ്. പ്രകൃതിയുടെ കൃഷിയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ പ്രകൃതി കൃഷി ചെയ്യുന്നുണ്ട്. എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. എവിടെയാണ്? നമ്മുടെ കാടുകളെ നമ്മൾ ഒരു മാതൃകയായിട്ട് നമ്മുടെ കൃഷിയിടത്തിലേക്കും കൊണ്ടുവരണം. അത് കൃഷിയെ വളരെ കൂടുതൽ വിജയപ്രദമാക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൃഷിയിലെ നമ്മൾ റോൾ മോഡലായിട്ട് എടുക്കുന്ന കാടില് ഉള്ള പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ സൂര്യപ്രകാശവുമായിട്ട് വളരെ കൂടുതൽ റിലേറ്റഡ് ആണ്, ബന്ധപ്പെട്ട് നിൽക്കുന്നു. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഒരു നല്ല കാടിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പതിക്കില്ല. അവിടെ മേൽക്കാട്, നടുക്കാട്, അടിക്കാട് എന്നിങ്ങനെ 3 തട്ടുകളിലായി സൂര്യപ്രകാശത്തെ ഭൂമിയിലേക്ക് പതിക്കാതെ അത് മുഴുവൻ പിടിച്ചെടുക്കുവാൻ വേണ്ടി ഹരിത സസ്യങ്ങളുടെ ഇല, അതായത് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ആവശ്യമുള്ള ചെടികളെ ആർത്തലച്ച് 1ാമത്തെ തട്ടിൽ നിൽക്കുന്നു, അതായത് മേൽത്തട്ടിൽ നിൽക്കുന്നു. 2ാമത്തെ തട്ട് അതിനേക്കാളും കുറഞ്ഞ സൂര്യപ്രകാശം ആവശ്യമുള്ളത് അതിനകത്തുനിന്ന് ഈ ഊർന്നിറങ്ങുന്ന സൂര്യപ്രകാശത്തെ കളക്ട് ചെയ്തുകൊണ്ട് അതിന്റെ അടുത്ത തട്ടിൽ നിൽക്കുന്നു. അതിനുശേഷം വീണ്ടും അതിനേക്കാളും കുറഞ്ഞ സൂര്യപ്രകാശം ആവശ്യമുള്ള ചെടികൾ അതിന്റെ താഴെ നിലം പറ്റി നിൽക്കുന്നു, അതായത് മേൽക്കാട്, നടുക്കാട്, അടിക്കാട്. ഇതേ രീതിയിൽ തന്നെ നമ്മൾ കൃഷിയിടത്തിലേക്കും നമ്മുടെ കൃഷിയിടവും ഇങ്ങനെയാക്കുകയാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വിളകളെ ഈ 3 തട്ടുകളിലേക്ക് നമുക്ക് ക്രമപ്പെടുത്തേണ്ടതുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ആവശ്യമായ ചെടികള് നമുക്ക്, അതായത് ഫലവൃക്ഷങ്ങള്, തെങ്ങ്, കവുങ്ങ് ഇവയൊക്കെ മേൽത്തട്ടില് നമ്മുടെ മേൽക്കാടില് ഈക്വലന്റ് ആയിട്ട് തുല്യമായിട്ട് നിൽക്കും. പിന്നെ അതിന്റെ തൊട്ട് താഴെ വാഴ, ബാക്കിയുള്ള ചെടികള് നമുക്ക് വിളകൾ നടുമ്പോൾ അത് നടുക്കാടിലേക്ക് പോകും. ഏറ്റവും താഴെ സൂര്യപ്രകാശം പിടിച്ചെടുക്കുവാൻ വേണ്ടി നമുക്ക് ഇഞ്ചി, മഞ്ഞൾ, ബാക്കിയുള്ള സാധനങ്ങൾ, പച്ചക്കറി ബാക്കിയുള്ളതെല്ലാം നമുക്ക് നട്ട് ഭൂമിയിലേക്ക് നേരിട്ട് സൂര്യപ്രകാശം മുഴുവനായിട്ടും തടഞ്ഞുകൊണ്ട് എങ്ങനെ തടയുന്നു? നമ്മുടെ ഹരിത സസ്യങ്ങളുടെ ഇലകളില് അത് പിടിച്ചെടുത്ത് സൂര്യപ്രകാശം നമുക്ക് മറ്റു ഊർജമാക്കി മാറ്റാൻ കഴിയും. ഓക്കെ, അത് അത്രയും ഇമ്പോർട്ടന്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അങ്ങനെ സൂര്യപ്രകാശം നമുക്ക് കൃഷിയിൽ വിജയിപ്പിക്കണമെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ കൊയ്ത്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് മാക്സിമം കൊയ്തെടുക്കുക എന്നുള്ളതാണ് ഓരോ കർഷകന്റെയും ധർമ്മം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ 4ാമത്തെ ഘടകം വായു. വായു എങ്ങനെയാണ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ വായുവിലുള്ള കാർബൺ ഡയോക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിന്റെ പ്രധാന ഘടകമാണ്. മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് വായു. വേരുകൾ ശ്വസിക്കുന്നു എന്ന് ഉള്ള കാര്യം കൂടെ കർഷകരെ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴും മണ്ണിൽ ഈർപ്പം നിൽക്കുകയും വായുവിന്റെ സാന്നിധ്യം കൂടുകയും അതനുസരിച്ച് വേരുകളുടെ പ്രവർത്തനം അല്ലെങ്കിൽ വേരുകളുടെ വളർച്ച ത്വരിതപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ മൂലകങ്ങളുടെ ഓക്സിഡേഷൻ, മൂലകങ്ങളുടെ അയോണുകളായിട്ട് മാറുന്നത് വിത്തുകളുടെ വിതരണത്തിന് പോലും വായു സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വായു ചെടികളുടെ പരാഗണത്തെ വരെ സ്വാധീനിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 5 ഘടകങ്ങളിലെ 4 ഘടകവുമായി, അതായത് പഞ്ചഭൂതങ്ങള് കൃഷിയുമായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഘടകവും കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് നമ്മൾ പ്രകൃതിയെ നമ്മൾ തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് വ്യാധികളും പ്രകൃതിക്ഷോഭങ്ങളും ബാക്കിയുള്ളതും ഒക്കെ വരും. ഇനി അടുത്തത് നമുക്ക് 5ാമത്തെ ടോപ്പിക്കാണ്. ഈ 5ാമത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ആകാശം, അതായത് അന്തരീക്ഷം. എന്താണ് അന്തരീക്ഷവുമായിട്ട് കൃഷിക്ക് ഉള്ള പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എല്ലാം നിലനിൽക്കുന്ന ഇടമാണ് അന്തരീക്ഷം അഥവാ ആകാശം എന്ന് പറയുന്നത്. ഇത് പഞ്ചഭൂതങ്ങളിലെ നമ്മുടെ ഒരു ഘടകവും കൂടിയാണ്. അങ്ങനെ 5 ഘടകങ്ങളുമാണ് വരുന്നത്. അഥവാ പഞ്ചഭൂതങ്ങളിലെ പ്രവർത്തനത്തിന്റെ പഞ്ചഭൂതങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഇടം, അതായത് സസ്യങ്ങൾ വളരാനുള്ള സ്ഥലം, അത് ആകാശമായിട്ട് കൂട്ടാം. കൃഷിയിൽ സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് ഓരോ ചെടിയും അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള അകലം എടുക്കുന്നു. അതായത് തെങ്ങ്
പേടിയുള്ള ഒരു ചെടിയാണെന്ന് പറയാം. കാരണം ഷെയ്ഡ് വരികയാണെങ്കിൽ, തണൽ വരികയാണെങ്കിൽ ആ ചെടി അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു വളരുന്നതായിട്ട് കാണാൻ പറ്റും. അതൊക്കെ ഈ പ്രകൃതിയുടെ ശരിക്കും പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളുമായിട്ടുള്ള റിലേഷനെ, ആ ബന്ധത്തെയാണ് കാണിക്കുന്നത്. പ്രകൃതിയുടെ കൃഷിത്തോട്ടം കാടാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. കൃഷിയിൽ സൂര്യപ്രകാശിന്റെ ലഭ്യതയ്ക്ക് അതായത് ലഭ്യത എങ്ങനെയാണോ ആ ചെടി സ്വീകരിക്കുന്നത് അതനുസരിച്ച് ചെടി തന്നെ അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, അതിന്റെ അകലവും നിർണ്ണയിക്കുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളെ ശരിയായ രീതിയിൽ പഠിച്ച് അവയെ സംരക്ഷിച്ച് മാത്രമേ കൃഷി വിജയിപ്പിക്കാൻ കഴിയുള്ളൂ. പ്രകൃതിയെ കൊന്ന് എടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ ചൂഷണം ചെയ്തെടുക്കുന്ന ഇപ്പോഴത്തെ പ്രവണത മാറി അതിന് ആവശ്യമായ, അതായത് പ്രകൃതിയിൽ നിന്ന് നമുക്ക് ആവശ്യമായവയെ കറന്നെടുത്ത്, അതായത് മണ്ണിന്റെ ജീവൻ നിലനിർത്താൻ അങ്ങനെ കറന്നെടുത്താലേ പറ്റുകയുള്ളൂ. അപ്പൊ മണ്ണ്, ജലം, വായു എന്നിവ വരും തലമുറയ്ക്ക് ശുദ്ധമായിട്ട് കൈമാറേണ്ടതുണ്ട്. അത് നമ്മളുടെ ഓരോ പൗരന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മമാണ്. ഇനി നമുക്ക് മണ്ണിനെ പറ്റിയാണെങ്കിൽ രണ്ടാമത്തെ, നമ്മളപ്പം മണ്ണിനെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് അറിയുകയാണ്. എന്താണ് മണ്ണ് എന്ന് ചോദിച്ചാൽ എല്ലാ ജീവജാലങ്ങളുടെയും ജീവന്റെയും ഉറവിടം അല്ലെങ്കിൽ ഈറ്റില്ലം അഥവാ മണ്ണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ജീവൻ തുടിക്കുന്ന സങ്കീർണമായ സംവിധാനം ആണ് മണ്ണ്. അപ്പൊ മണ്ണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മണ്ണ് ശരിക്കും പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാല് മണ്ണ് എന്നത് ഒരു അമൂല്യ സമ്പത്താണ്. നേരത്തെ പറഞ്ഞ പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ്. മണ്ണ് ജീവജാലങ്ങളുടെ മഹാസമുദ്രമാണ്. മണ്ണിന്റെ ആരോഗ്യം നമ്മുടെ ആരോഗ്യമാണ്. മണ്ണ് ക്ഷയിച്ചതോടുകൂടി മണ്ണില്ലാത്തത് കൊണ്ടാണ് നമുക്കും ഇല്ലാത്തത്. അപ്പോ ശരിക്കും പറഞ്ഞാല് കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കേണ്ടതാണ് മണ്ണ്. മണ്ണിന്റെ ആരോഗ്യം ക്ഷയിച്ചതിന്റെ ലക്ഷണമാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സസ്യങ്ങളുടെ രോഗങ്ങൾക്ക് കാരണം. അതായത് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്, നമ്മളെക്കാൾ അനുഭവപാഠമുള്ള പഴമക്കാര് പറഞ്ഞിട്ടുണ്ട്, മണ്ണിലുണ്ടെങ്കിലേ ചെടിയിലുള്ളൂ, ചെടിയിലുണ്ടെങ്കിലേ ഭക്ഷണത്തിലുള്ളൂ, ഭക്ഷണത്തിലുണ്ടെങ്കിലേ ആരോഗ്യത്തിലുള്ളൂ, ആരോഗ്യത്തിലുണ്ടെങ്കിലേ സമൂഹത്തിലുള്ളൂ, സമൂഹത്തിൽ ഉണ്ടെങ്കിലേ രാഷ്ട്രത്തിലുള്ളൂ. അപ്പൊ മണ്ണിന്റെ ഇമ്പോർട്ടൻസ് പണ്ടുള്ളവർ, അതായത് പഴമക്കാര് എത്ര പ്രാധാന്യത്തോടാണ് കൈകാര്യം ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോ ശരിക്കും ഇപ്പോഴും മണ്ണിന്റെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാല് ആ ചോദ്യത്തിന് ജീവനുണ്ടോ, മരിച്ചുകൊണ്ടിരിക്കുന്നോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറയാൻ ഇതുള്ളത് മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. അതായത് ജീവൻ നശിച്ചുകൊണ്ടിരിക്കുന്നു, അതായത് അന്ത്യശ്വാസം വലിക്കാറായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഇതില് മണ്ണിന്റെ ജീവൻ നമുക്ക് വീണ്ടെടുക്കണമെങ്കിൽ അതിനകത്തെ പ്രധാന ഘടകങ്ങൾ ജൈവ വളപ്രയോഗം വേണം, ജീവാണു വളപ്രയോഗം വേണം, സമ്മിശ്ര കൃഷി രീതി വേണം, മണ്ണ് ജല സംരക്ഷണം വേണം, ജൈവ ചംക്രമണം വേണം, ജൈവ വേലി വേണം, ആവരണ വിളകൾ വേണം, പുതയിടിയിൽ വേണം, നേരത്തെ പറഞ്ഞ പോലെ സൂര്യ താപീകരണം വേണം. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് മണ്ണിനെ ശരിക്കും നമ്മൾ അറിയണം. മണ്ണിനെ അറിയുക എന്ന് പറഞ്ഞാൽ മണ്ണിനെ പരുവപ്പെടുത്തുക. അതിന് നമുക്ക് ആ മണ്ണിന്റെ pH വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് മണ്ണിന്റെ pH? അപ്പോൾ ആ pH വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മണ്ണിന്റെ pH എന്താണ് pH എന്ന് ചോദിച്ചാൽ എല്ലാ കർഷകരും ദിവസേന കേൾക്കുന്ന ഒരു വാക്കാണ് മണ്ണിന്റെ അമ്ലത അഥവാ പുളിരസം. ശരിക്കും മണ്ണിന്റെ അമ്ലത അഥവാ പുളിരസം എന്ന് പറഞ്ഞാൽ pH എന്ന് പറയുന്നത് ഒരു അളവുകോലാണ്. ഒരു രാസവസ്തുവിന്റെ അമ്ല ക്ഷാരത അളക്കുവാനുള്ള, അതായത് അതിന്റെ തീവ്രത അളക്കുവാനുള്ള ഒരു അളവുകോലാണ് pH. അതായത് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ഓർ പവർ ഓഫ് ഹൈഡ്രജൻ എന്നാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ 0 തുടങ്ങി 14 വരെ അങ്കന ചെയ്തിട്ടുള്ള ഒരു ടേബിളാണ്, ഒരു അളവുകോലാണ്. ഇതില് ന്യൂട്രൽ എന്ന് പറയുന്നതാണ് 7. 0 മുതൽ 7 വരെയുള്ള ഇതിന് ശരിക്കും അതായത് 7-ന് താഴേക്ക് വരുന്ന ഇത് നമുക്ക് നമ്മുടെ അമ്ലത എന്നുള്ളത് പറയുന്നത്. ശരിക്കും 7-ന് മുകളിൽ വരുമ്പോൾ ക്ഷാരതയാണ്, അതായത് ക്ഷാരം എന്ന് പറയും. അതായത് 7 മുതൽ 14 വരെയുള്ളത്. ഇത് നമുക്ക് ഈ രീതിയിൽ വരുമ്പോൾ H+ അയോണുകളുടെയും OH അയോണുകളുടെ, അതിനെപ്പറ്റി നമുക്ക് ഒന്നും നോക്കണ്ട, അതങ്ങനെ നമുക്ക് വിട്ടുകളയാം. ശരിക്കും അമ്ല സ്വഭാവം എങ്ങനെയാണ് മണ്ണിന് വന്നത്, അതാണ് അടുത്തത്. നമ്മൾ എന്ത്, എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ, എന്ത്, എന്തിന്, എങ്ങനെ, എപ്പോൾ, ഈ ചോദ്യങ്ങൾ ഏതൊരു വിഷയത്തെ ചോദിക്കുമ്പോൾ നമുക്ക് അതിന് ഒരു
ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം കിട്ടും. അത് വീണ്ടും വീണ്ടും ചോദിക്കണം എന്ന് മാത്രം. അതായത് അമ്ല സ്വഭാവം എങ്ങനെയാണ് നമ്മുടെ മണ്ണിൽ വന്നത്? മണ്ണിന്റെ ശരിക്കും ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് ഏത് മണ്ണ്, അതായത് മണ്ണിന്റെ പിതൃത്വം, മണ്ണുണ്ടായ പാറയുടെ ഘടന, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തത് കാലാവസ്ഥ. കാലാവസ്ഥയിൽ വിവിധ ഘടകങ്ങളുണ്ട്. മഴവെള്ളം പ്ലസ് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ്, അതായത് കാർബോളിക് ആസിഡ് ആയിട്ട് മാറുന്നു. പിന്നെ മഴവെള്ളം പ്ലസ് ക്ഷാരവസ്തുക്കൾ, അങ്ങനെയുള്ളത് ബൈകാർബണേറ്റുകൾ, അലൂമിനിയത്തിന്റെ കണ്ടന്റുകൾ, ഇവയൊക്കെ കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ട് മണ്ണിന് പിന്നെ അമ്ലത ഉണ്ടാക്കാം. അതുപോലെ തന്നെ സസ്യങ്ങളുടെ വളർച്ചയുടെ ഭാഗമായിട്ട് വേരിന്റെ ശ്വസനം, കാർബൺ ഡയോക്സൈഡ് പുറത്തു വിടുന്നതുകൊണ്ട്, അതുപോലെ കാർബൺ ഡയോക്സൈഡും ജലവും കൂടെ ചേർന്നുണ്ടാകുന്നത്. അതുപോലെ പിന്നെയുള്ളത് രാസവസ്തുക്കളുടെ പ്രയോഗം, പിന്നെ അമ്ല സ്വഭാവമുള്ള സൾഫേറ്റ് മണ്ണുകളുടെ പ്രത്യേകത, പിന്നെ അമ്ല മഴ, അന്തരീക്ഷത്തിലെ ധൂമപടലങ്ങളും ഗന്ധകം, നൈട്രേറ്റുകൾ ഇവയെല്ലാം ചേർന്ന് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്ന ഫോമിലേക്ക് മാറുകയും അത് ജലത്തിലൂടെ, അതായത് മഴവെള്ളത്തിലൂടെ മണ്ണിലേക്ക് കിട്ടുമ്പോൾ മണ്ണിന്റെ pH മാറും. അപ്പൊ ഇങ്ങനെയൊക്കെ മണ്ണിന്റെ pH മാറിയാൽ എന്താണ് വിളകൾക്ക് സംഭവിക്കുന്നതെന്നും കൂടെ അറിയാം. അതായത് മണ്ണിലെ അമ്ലത കൂടിയാൽ ഉള്ള ദോഷഫലങ്ങൾ: വിളവ് കുറയും, സസ്യങ്ങളുടെ ചൈതന്യ ശോഷണം ഉണ്ടാകും, വേര് മുരടിച്ചു പോകും, രോഗങ്ങളുടെ വർധനവുണ്ടാവും, പിന്നെ മൂലകങ്ങളുടെ ലഭ്യതയുടെ കുറവുണ്ടാകും, ചെടികളുടെ മുരടിപ്പ്, മൂപ്പെത്തുവാനുള്ള കാലതാമസം, മണ്ണിന്റെ ഘടനയിലും രൂപത്തിലും ഉണ്ടാകുന്ന മാറ്റം, മഗ്നീഷ്യത്തിന്റെ ലഭ്യത കുറയുന്നത് കൊണ്ട് പച്ചനിറം നഷ്ടപ്പെട്ട് വെളുത്തു നിൽക്കുന്ന ചെടികള്, അതുപോലെ തന്നെ സൂക്ഷ്മ ജീവികളുടെ വർധനവിന്റെ കുറവ്, ഇത് ഇത്രയും അമ്ലത കൂടിയാൽ ഉണ്ടാവും. അപ്പൊ ഒരു മണ്ണിന്റെ pH എങ്ങനെയാണ് നമ്മൾ ആ ഘടകങ്ങളെ ബാധിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ ഈ പറയുന്ന ഇതില് നമ്മളെ മണ്ണ്, ജലം ഇവയൊക്കെ നമ്മുടെ റിലേറ്റഡ് ആണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വയലിന്റെ കണ്ടീഷനാണ് ഈ പറയുന്നത്. 10 സെന്റ് വയലില് 1.60 ലക്ഷം ലിറ്റർ മഴവെള്ളം ഉൾക്കൊള്ളുവാനുള്ള കഴിവുണ്ട്. ഇത് നമ്മുടെ ഭൂഗർഭജലത്തിനും ഉപരിതല ജലത്തിനും ഒക്കെ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ മണ്ണ് പരിശോധനയുടെ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ശാസ്ത്രീയമായി മണ്ണ് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പൊ മണ്ണ് പരിശോധന എങ്ങനെയാണ്? അതായത് മണ്ണറിഞ്ഞുള്ള കൃഷിയാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. അതായത് അതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ മണ്ണറിഞ്ഞ് വളം ചെയ്താലേ കിണ്ണം നിറയെ ചോറുണ്ണാം എന്നാണ് പണ്ടുള്ളവർ പറഞ്ഞത്. മണ്ണറിഞ്ഞാലേ പൊന്ന് വിളയിക്കാൻ കഴിയൂ എന്നുള്ളതും പണ്ടുള്ളവരുടെ ആപ്തവാക്യങ്ങളാണ്. മണ്ണിന്റെ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു: കാലാവസ്ഥ, കൃഷിരീതി, മണ്ണ് സംരക്ഷണം, വളപ്രയോഗം ഇവയൊക്കെയാണ്. അതുപോലെ തന്നെ മണ്ണിന്റെ ആരോഗ്യത്തിനെ ശരിക്കും ബാധിക്കുന്ന ജൈവാംശവും രാസഗുണവും രചനാഘടന, അതിന്റെ തരികളുടെ വലിപ്പം, ബാക്കിയുള്ളത് പോഷകാംശങ്ങൾ, ഇവയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ജൈവാംശം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുന്നതിനും ജലസംരക്ഷണ ശേഷി ഉയർത്തുന്നതിനും ഉപകാരപ്രദമായ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നതിനും ഈ ഘടകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പറയുന്ന ഒരു ചാർട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇതിനകത്ത് മുകളിൽ കൊടുത്തിരിക്കുന്നത് pHന്റെ ഘടകമാണ്. അതായത് 4, 4.5, 5, 5.5, 6, 6.5, 7. 7ന്റെ താഴെ ന്യൂട്രൽ എഴുതിയിട്ടുണ്ട്. അതിന് താഴെ ഇപ്പുറത്തേക്ക് വരുന്നത് സ്ട്രോങ് ആസിഡ്, അതായത് ക്ഷാരഗുണമാണ് കാണിക്കുന്നത്. തന്നെ 7.5, 8, 8.5, 9, 9.5, 10. ഇത് സ്ട്രോങ്ലി ആൽക്കലി ആണ്, അതായത് ക്ഷാരഗുണമാണ് കാണിക്കുന്നത്. ഇപ്പോ നമ്മുടെ മണ്ണിന്റെ pH നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മണ്ണിന്റെ pH ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 4, 4.5, 5, 5.5, 6, 6.5 വരികയാണെങ്കിൽ ആ നേരെ ഓരോ ലൈനുകൾ നിങ്ങൾ ആ ഇതിനകത്ത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഇതിനകത്ത് നിങ്ങളുടെ മണ്ണിന്റെ pH 4 ആണെങ്കിൽ നിങ്ങൾ സാധാരണയായിട്ട് മണ്ണ് പരിശോധന ചെയ്യാതെ നിങ്ങളുടെ പഴയ പാറ്റേൺ നിങ്ങളൊരു കൃത്യമായിട്ടുള്ള ഒരു പരമ്പരാഗതമായ രീതി ഉണ്ടാവും. ഇപ്പൊ നെൽകൃഷി ആയിക്കോട്ടെ, മറ്റെന്ത് കൃഷി ആയാലും ഇച്ചിരി യൂറിയയും രാജ്ഫോസും പൊട്ടാഷും ഒക്കെ ഇടുന്ന ഒരു താളം ഉണ്ടാവും. അത് നമ്മൾ 1 ഏക്കറിന് ഇത്രയും എല്ലാ വർഷവും ഇടുന്നുണ്ടാവും. പക്ഷേ എങ്കിൽ മണ്ണിന്റെ pH അമ്ലതയുള്ളത്, അതായത് അസിഡിക് ആണ് എങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന വളം, അതായത് നിങ്ങളുടെ മണ്ണിന്റെ pH 4 ആണെങ്കിൽ നിങ്ങൾ 1 കിലോ യൂറിയ, അതായത് നൈട്രജന്റെ കണ്ടന്റ് ആയിട്ടുള്ള യൂറിയ നമ്മൾ ഇട്ട് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക.
അതായത് അതിനകത്ത് 460 ഗ്രാം, അതായത് 46%, 1 കിലോ ഇട്ട് കഴിഞ്ഞാൽ 460 ഗ്രാം നൈട്രജന്റെ കണ്ടന്റ് ആണ് ചെടിക്ക് കിട്ടേണ്ടത്. പക്ഷേ എങ്കിൽ ആ മണ്ണില് 4 ആണ് pH എങ്കിൽ നിങ്ങൾ കൊടുക്കുന്നതിന്റെ 10% പോലും, 10% പോലും ചെടിക്ക് കിട്ടത്തില്ല. പിന്നെ 4.5 ആണെങ്കിൽ 10% കിട്ടാം, 5 ആണെങ്കിൽ കുറച്ചും കൂടെ കിട്ടും. 5.5 മണ്ണിന്റെ pH 5.5 ആണെങ്കിൽ ഒരു 40% കിട്ടും. 5.6 ആണെങ്കിൽ ഒരു 70%. 6.5നും 7ന്റെ അടുത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾ കൊടുത്ത 1 കിലോ യൂറിയയിൽ നിന്ന് നൈട്രജൻ കണ്ടന്റായ 460 ഗ്രാം നൈട്രജൻ ചെടിക്ക് കിട്ടത്തക്ക രീതിയിൽ ചെയ്യും മണ്ണ് പരുവപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഫോസ്ഫറസിന്റെയും. നിങ്ങൾക്ക് ആ ചാർട്ട് നോക്കിയാൽ അതിൽ ഏറ്റവും കൂടുതൽ വണ്ണമുള്ളത് 6.5നും 7.25നും ഇടയ്ക്കാണ് ഈ കൊടുത്ത വളങ്ങളുടെ എല്ലാത്തിൻ്റെയും ലഭ്യത കാണുക. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകവും കൂടി ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതായത് സൂക്ഷ്മജീവികളുടെ സാന്നിധ്യവും അതിന്റെ മൾട്ടിപ്ലിക്കേഷനും അതിന്റെ വംശവർദ്ധനവും ഇതേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതില് വരുന്ന ഘടകങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ മണ്ണില് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം. നമ്മൾ മണ്ണിനെ നന്നാക്കിയാൽ മതി എന്നാണ് എൻ്റെ ഒരു ഇത്രയും നാളത്തെ ജോലിയിൽ നിന്ന് കർഷകരുമായിട്ട് ഇടപെട്ടപ്പോഴും ഉണ്ടായ അനുഭവം മാത്രം പറയുന്നു. അത് നിങ്ങൾക്ക് എൻ്റെ ഒരു അനുഭവം മാത്രമായിട്ടാണ് പറയുന്നത്. അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ഈ മൂലകങ്ങളുടെ ലഭ്യതയിൽ pH ന്യൂട്രൽ ആകുമ്പോഴാണ് കൂടുതൽ, അതായത് രാസവസ്തുക്കൾ കിട്ടുന്നത്. അതാ ഒരു ഘടകം. രണ്ടാമത്തതാണ് സൂക്ഷ്മജീവികളുടെ വർധനവ്. ഇത് ഒരു ചെറിയ കണക്കാണ്. ആ കണക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് കണക്കെന്ന് വെച്ചാൽ, ഒന്ന്, നമുക്ക് 2 വിധത്തിലുള്ള ശ്രേണികളുണ്ട്. അതായത് അരിത്തമെറ്റിക് പ്രോഗ്രഷനും ജോമെട്രിക് പ്രോഗ്രഷനും. അതായത് സമാന്തര പ്രോഗ്രഷനും സമഗുണിത പ്രോഗ്രഷൻ എന്നൊക്കെ പറയും. അതായത് സമാന്തര ശ്രേണിയും സമഗുണിത ശ്രേണിയും. അപ്പൊ ഈ സമഗുണിത ശ്രേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതാണോ ഒരു ടേം കിട്ടുന്നത് അതിനെ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ ഏതാണോ ഒരു ടേം കൊണ്ട് മൾട്ടിപ്ലൈ, അത് സ്ഥിരമായി മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും, ഗുണിച്ചുകൊണ്ടിരിക്കും. മറ്റേതാണെങ്കിൽ ആഡ് ചെയ്യുകയാണ്, കൂട്ടിക്കൊടുക്കുകയോ. അപ്പം നമ്മുടെ മണ്ണിന്റെ pH 7 അല്ലെങ്കിൽ 6.5നും 7.25നും ഇടയ്ക്കാണ് നിൽക്കുന്നത് എങ്കിൽ നിങ്ങളുടെ മണ്ണിലെ സൂക്ഷ്മജീവികളുടെ മൾട്ടിപ്ലിക്കേഷൻ, അതിന്റെ വംശവർദ്ധനവ് എന്തായിരിക്കും? സമഗുണിത പ്രോഗ്രഷന്റെ, അതായത് നമ്മുടെ സമഗുണിത ശ്രേണിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും. അതായത് ഒരു സൂക്ഷ്മ ജീവാണു നമുക്ക് ഉപകാരപ്രദമായ സൂഡോമോണസോ ട്രൈക്കോഡെർമയോ സ്ക്ലെറോസോ അങ്ങനെയുള്ള സൂക്ഷ്മജീവികളിലെ ഏതെങ്കിലും ഒരെണ്ണം അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കിട്ടുന്നു. ആദ്യത്തെ ഒരു വംശവർദ്ധനം നടക്കുന്നു. ഈ 2 എണ്ണമായി മാറിക്കഴിഞ്ഞാൽ ആ 2 അതിനെ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 4 ആകുന്നു. അങ്ങനെ ഓരോ വംശം വർദ്ധിക്കുമ്പോൾ 2, 4, 8, 16, 32, 64, 128, 256, 512, അതുപോലെ തന്നെ 1024 ഒരു 9 തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് 9 പ്രാവശ്യം വംശവർദ്ധനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് നമ്മളുടെ മണ്ണിലെ pH 6.5നും 7.25നും ഇടയ്ക്കാകുമ്പോൾ സൂക്ഷ്മജീവികളുടെ വർധനവാണ് നമ്മൾ പറയുന്നത്. അതായത് ഏത് സൂക്ഷ്മജീവികളുടെ? നമ്മളുടെ കൃഷിക്ക് അനുകൂലമായ സൂക്ഷ്മജീവികളുടെ. ഇതേ സ്ഥലത്തില് മണ്ണിന്റെ pH നമ്മൾ റെഡിയാക്കിയാല് ഇപ്പോഴും ഇഞ്ചിക്ക് വന്ന പൈറിക്കുലേറിയ എന്നുള്ളതും എല്ലാ സൂക്ഷ്മജീവികളും മണ്ണിൽ നിലനിൽക്കുന്നുണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മണ്ണിൽ ഉണ്ടായി. എങ്ങനെ? നമ്മുടെ മണ്ണിന്റെ pH വളരെ കുറഞ്ഞുപോയി. അപ്പൊ 4 ആണ് നിങ്ങളുടെ മണ്ണിന്റെ pH എങ്കിൽ നേരത്തെ പറഞ്ഞ നമ്മുടെ ചെടികൾക്ക് ഉപകാരപ്രദമല്ലാതെ നമ്മുടെ ചെടികളെ നശിപ്പിക്കുന്ന സൂക്ഷ്മാണു ജീവികളുടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നേരത്തെ പറഞ്ഞ സമഗുണിത പ്രോഗ്രഷൻ. എന്നാൽ 6.5നും 7.25നും ഇടയ്ക്കാണ് നമ്മുടെ മണ്ണിന്റെ pH നിൽക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പൈറിക്കുലേറിയയും മറ്റുള്ള ഫംഗസുകളും എങ്ങനെ പോകും? സമാന്തര പ്രോഗ്രഷന്, അതായത് സമാന്തര ശ്രേണിയായിട്ടാണ് മാറുക. അതായത് ഒരെണ്ണം അത് 2 ആയിട്ട് ആഡ് ചെയ്യുന്നു, 2 എണ്ണമായിട്ട് മാറുന്നു. ആ 2 + 2 എണ്ണം കൂടെ ആവുന്നു. അങ്ങനെ വരുമ്പോൾ 2, 4, 6, 8, 10, 12, 14 അങ്ങനെ വരുന്നുള്ളൂ. 2 വെച്ച് കൂടിയേ വരുന്നുള്ളൂ. അങ്ങനെ വരുമ്പോഴും ഒരു 9 പ്രാവശ്യം വരുമ്പോഴും ശരിക്കും പറഞ്ഞാല്
18 ആകുകയുള്ളൂ. 2, 4, 6, 8, 10, 12, 14, 16, 18 9 തവണ കഴിയുമ്പോൾ 18 എണ്ണമാകാനേ ആർക്ക് കഴിയുള്ളൂ? അവർക്ക് പറ്റിയ സാഹചര്യമല്ല. 6.5-നും 7.25-നും ഇടയ്ക്ക് വരുന്ന ആ ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന മണ്ണില് നമ്മളുടെ ചെടിക്ക് ഉപകാരപ്രദമല്ലാത്ത ഫംഗസുകളുടെ മൾട്ടിപ്ലിക്കേഷൻ, അതിന്റെ വംശവർദ്ധനവ് ഈ രീതിയിലാണ്. അതേസമയം നമ്മളുടെ ഉപകാരപ്രദമായ സൂഡോമോണസ്, ട്രൈക്കോഡർമ, അസോസ്പെർലം അതുപോലെയുള്ള സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം എന്ന് പറയാൻ ഗുണിത ശ്രേണിയാണ്. അത് 9 എണ്ണം ആകുമ്പോഴത്തേക്കും ഇത് ഒരേ ടൈമിങ്ങിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഞാൻ പറഞ്ഞെന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ 9 തലമുറ കഴിയുമ്പോഴത്തേക്കും 10,024 ഉണ്ടാകുമ്പോൾ നമുക്ക് ഉപകാരപ്രദമല്ലാത്തവ 18 എണ്ണേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല സംഭവിക്കുന്നത്. നമ്മുടെ മണ്ണിന്റെ pH നേരത്തെ പറഞ്ഞ പ്രകൃതിക്ഷോഭത്തിന്റെ ബാക്കിയുള്ളതും ശക്തമായ മഴയിലും നമ്മുടെ മണ്ണിന്റെ pH മാറിപ്പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ 4, 4-ന് താഴെയോ ഒക്കെ ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ താഴോട്ട് വരുമ്പോൾ 6-ന് താഴെ 5, 5, 4 തുടങ്ങിയവ വരികയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുക. എന്ന് പറഞ്ഞാല് നമുക്ക് ഉപകാരപ്രദമായ സൂക്ഷ്മജീവികളുടെ മൾട്ടിപ്ലിക്കേഷൻ, അതിന്റെ വംശവർദ്ധനവ് 2, 4, 6 എന്ന് പറയുന്ന സമാന്തര പ്രോഗ്രഷൻ 2 ആഡ് ചെയ്ത് വരികയുള്ളൂ. 2, 4, 6, 8, 10, 12, 14, 16, 18 9 തവണ കഴിയുമ്പോൾ നമുക്ക് ഉപകാരപ്രദമായ സൂക്ഷ്മജീവികളുടെ മൾട്ടിപ്ലിക്കേഷൻ 18 ആകുകയുള്ളൂ. എന്നാൽ ആ സമയത്ത്, അതായത് pH 4, 5 താഴേക്ക് പോയാൽ, അസിഡിറ്റി കൂടുതൽ തീവ്രമായ അമ്ലത കാണിക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ സൂക്ഷ്മജീവികളല്ല, നമുക്ക് ഉപകാരപ്രദമല്ലാത്ത, നമ്മുടെ വിളകൾക്ക് ശല്യം ചെയ്യുന്ന, നശിപ്പിക്കുന്ന സൂക്ഷ്മജീവികളുടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് സമഗുണിത പ്രോഗ്രഷൻ ആയിട്ട് മാറുക. അവയ്ക്ക് വംശവർദ്ധനവിന് പറ്റിയ കാലാവസ്ഥ അല്ലെങ്കിൽ അന്തരീക്ഷം ആ മണ്ണിലുണ്ടാവും. അവ വേഗത്തിൽ മൾട്ടിപ്ലൈ ചെയ്യും. എങ്ങനെ? 2, 4, 8, 16, 32, 64, 128 എക്സെട്ര അങ്ങനെയാണ് വരിക. അപ്പം മണ്ണിന്റെ അസിഡിറ്റി മാറിയാൽ, അല്ലെങ്കിൽ നമ്മുടെ മണ്ണിന്റെ pH മാറിയാൽ നമ്മുടെ മണ്ണിനുണ്ടാകുന്ന മാറ്റമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ മണ്ണിന്റെ pH-നെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും? അപ്പൊ നമുക്ക് വിവിധ തരം വസ്തുക്കൾ ഉപയോഗിച്ച് മണ്ണിന്റെ pH-നെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ നിത്യജീവിതത്തിലും വളരെ കൂടുതൽ ഭാഗമാണ്. നമ്മുടെ വെള്ളം കുടിക്കുന്നത് തുടങ്ങിയിട്ടുള്ള എല്ലാ ഘടകങ്ങൾക്കും ഹലോ 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 എക്കോ വരുന്നുണ്ടല്ലോ. ഒരു മിനിറ്റ്. ഹലോ, ഇപ്പൊ കുഴപ്പമില്ലല്ലോ സർ. ഓക്കെ. അപ്പം നമ്മള് അമ്ലത കുറയ്ക്കുവാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ അമ്ലത കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ്, നീറ്റുകക്ക, പച്ചക്കക്ക പൊടി വരെ ഉപയോഗിക്കാം. പച്ചക്കക്ക പൊടി വരെ ഉപയോഗിക്കാന്ന് വെച്ചാൽ, ഇതില് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ വസ്തുക്കളൊക്കെ ശരിക്കും പറഞ്ഞാൽ 2-3 ടൈപ്പ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 2 ടൈപ്പാണ് യഥാർത്ഥത്തിലുള്ളത്. നല്ല നീറ്റുകക്ക എന്ന് പറഞ്ഞാൽ ചൂളയിൽ വെച്ച് നീറ്റിയ കക്കായാണ്. അത് കിട്ടാൻ വളരെ പ്രയാസമാണ്. അതിന്റെ ജെനുവിനിറ്റി, അത് നല്ലത് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഈവൻ ഒരു ചൂടനാണ്. അതായത് പച്ചക്കക്ക കൊണ്ടുവന്ന് ചൂളയിൽ വെച്ച് ചൂട് അതിനകത്തേക്ക് കൊടുത്ത് ആ ചൂടിനെ നീറ്റുകക്കയ്ക്ക്, നീറ്റിയെടുത്ത കക്കായെ പച്ചവെള്ളം കുടഞ്ഞ് ആ കൊടുത്ത ചൂടിനെ പുറത്തേക്ക് കളഞ്ഞ് എക്സോതെർമിക് റിയാക്ഷൻ ആക്കി മാറ്റി അതിനെ ന്യൂട്രലൈസ് ചെയ്ത് ഇതാണ് നമ്മള് നീറ്റുകക്ക നമ്മുടെ ചെടിയുടെ ചുവട്ടിലേക്കൊക്കെ നീറ്റിയതിനു ശേഷം പച്ചവെള്ളം ഉപയോഗിച്ച് അതിന്റെ ചൂട് പുറത്തേക്ക് കളഞ്ഞതിന് ശേഷമാണ് കുമ്മായമായിട്ട് ഇട്ട് കൊടുക്കുക. അത് ചൂടുള്ള ഒരു അവസ്ഥയാണ്. അത് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കരുത്. ശരിക്കും ചെയ്യേണ്ടത് ശരിക്കും പറയാം വൈകുന്നേരം ഒരു 6 മണിക്ക്, ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു പച്ചവെള്ളം കുടഞ്ഞ് മിക്സ് ചെയ്ത് ഒരു പുട്ടിന്റെ പൊടി പോലെ നനച്ച് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നേരം വെളുത്ത 6 മണിയാകുമ്പോഴത്തേക്കും ഇത് പൗഡേർഡ് ആയിട്ടുണ്ടാവും. നല്ല ക്വാളിറ്റി ആണെങ്കിൽ ഒരു പൗഡറുകൾ അത്രയും നൈറ്റായി പൊടിഞ്ഞ് ഒരു കൂമ്പാരമായിട്ടുണ്ടാവും. അപ്പൊ ആ രീതിയിൽ മാറ്റാം. ശരിക്കും ഇതില് ഇപ്പോഴ് നമുക്ക് ഒരു കാര്യമുള്ളത്,
ഒന്നാമത്തെ കാര്യം ഇതാണ്. ഹലോ, ഈ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആള് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യോ? കുഴപ്പമില്ല, ഞാൻ പറയാം. അവിടെ പിന്നെ അതായത് നീറ്റ് വെക്കാൻ 2 ടൈപ്പ് ഉണ്ട്. അതായത് ചൂളയിൽ വെച്ച് നീറ്റിയതുകൊണ്ട് ഇപ്പോഴ് വില കുറഞ്ഞത് നമ്മുടെ കർഷകർ എപ്പോഴും ചെയ്യുന്ന ഒരു ചെറിയൊരു തമാശയുണ്ട്. നമ്മൾ പോയിട്ട് ഒരു കടയിൽ പോയിട്ട് നീറ്റ് വെക്കാൻ ചോദിക്കുകയാണെങ്കിൽ ഒരു 10 കിലോയുടെ ബാഗിന് 240 ഉണ്ട്, 220 ഉണ്ട്, 200 ഉണ്ട്, 180 ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ 180 മേടിച്ചുകൊണ്ട് വരിക. ശരിക്കും ഇപ്പോൾ നീറ്റുന്ന ചൂളകൾ നിങ്ങളുടെ ജില്ലയിൽ തന്നെ ഉണ്ടോ എന്ന് ഒന്ന് പുനർചിന്തനം നടത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ രണ്ടാമത്തത്, ഇതിൽ ഇപ്പോൾ ആസിഡ് ഉപയോഗിച്ചിട്ടാണ് ചില സ്ഥലത്ത് നീറ്റുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെ നീറ്റിയ കക്കായ ആവുമ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആസിഡിൽ നീറ്റിയത് പാടില്ല. പിന്നെ നമുക്ക് ഡോളമൈറ്റ് ഉപയോഗിക്കാം. ഡോളമൈറ്റും ഇപ്പൊ 2 ടൈപ്പ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോളമൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തെ പാറപ്പൊടിയാണ്, ഒരു പാറ പൊടിച്ച മണ്ണാണ്, ശരിക്കും ഈക്വലാണ്. അപ്പം എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ശരിക്കും പറയുന്നത് ജയ്പൂര് കേന്ദ്രീകരിച്ച്, രാജസ്ഥാനിലെ ജയ്പൂര് കേന്ദ്രീകരിച്ചുള്ള ഒരു പർവ്വത സമൂഹം പൊടിച്ചു കൊണ്ടുവരുന്നതാണ് ഡോളമൈറ്റ്. അവിടെ 50 പൈസയേ ഉള്ളൂ. പക്ഷെ അത് ഇവിടെ എത്തണമെങ്കിൽ ട്രാൻസ്പോർട്ടിങ് ചാർജ് വളരെ കൂടുന്നുണ്ട്. അപ്പൊ അതിന് വില വ്യത്യാസം വരുന്നുണ്ട്. അതാണ് ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ളത്. പക്ഷെ നമുക്ക് കിട്ടുന്നത് കൂടുതലും കർണാടക, തമിഴ്നാട്ടിലാണ്. അപ്പൊ അവിടെയുള്ള ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സിമെന്റ് ഉൽപാദനത്തിൽ വരുന്ന ഒരു വൈറ്റ് പൗഡറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മിക്സ് ചെയ്ത് മായം കലർത്തി കൊണ്ടുവരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പം നല്ല സ്ഥലത്തുനിന്ന് മാത്രം നമ്മൾ ഈ ഓരോ വസ്തുക്കളും മേടിച്ചിരുന്നു. ഇനി മൂന്നാമത് വരുന്നത് നമ്മൾ പറഞ്ഞ പച്ചക്കക്ക. ആ പച്ചക്കക്ക ഇപ്പൊ ഉപയോഗിച്ച് കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട്, പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അതിനോട് കൂടുതൽ ട്രെൻഡ് വരുന്നത്. പച്ചക്കക്ക എന്ന് 2 ടൈപ്പ് ഉണ്ട്. അതിനും 2 വിഭാഗമുണ്ട്. അത് പഠനം നടന്നിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാല് പച്ചക്കക്ക ശരിക്കും കായൽ കക്ക പൊടിച്ചതുണ്ട്, കടൽക്കക്കായും പൊടിച്ചതുണ്ട്. ഏറ്റവും നല്ലത് കായൽ കക്കയേക്കാളും കടൽക്കക്കയാണ്. അത് എന്താണെന്ന് പറയാൻ കാര്യം വെച്ചാൽ അതിനകത്തൊരു നെഗറ്റീവും കൂടെ ഉണ്ട്. നെഗറ്റീവ് കൂടെ പറയാം. കടലിലില്ലാത്ത ഒരു കാര്യവുമില്ല. ശരിക്കും ഹെവി മെറ്റൽസിന്റെ ഒരു സാന്നിധ്യം ഇച്ചിരി കൂടുതലുണ്ട് എന്നുള്ളതാണ് ആ പഠന റിപ്പോർട്ടിൽ കണ്ടിട്ടുള്ളത്. എന്നാൽ കടൽ ഉപ്പിന്റെ സോഡിയം ക്ലോറൈഡിന്റെ അംശം ഉള്ളത് കൊണ്ട് അത് ചെടിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചെറിയ ഒരു ശരിക്കും പറഞ്ഞാല് അയോണുകൾ ആകാൻ, അതായത് പിന്നെ മൂലകങ്ങളെ അയോണുകളായിട്ട് മാറാനുള്ള പ്രവണത, അതായത് ചെടിക്ക് പെട്ടെന്ന് പിന്നെ ശരിക്കും പറഞ്ഞാല് ജൈവവളങ്ങളാണോ രാസവളങ്ങളാണോ ഇട്ട് കൊടുക്കുന്നതെന്ന് ചെടി അറിയത്തില്ല. അയോണുകളുടെ രൂപത്തിലാണ് ചെടി ആകിരണം ചെയ്യുന്നത്. ഇതിലെ അയോണുകളാക്കുവാൻ ഈ ചെറിയ ഉപ്പിന്റെ വളരെ നോർമൽ ആയിട്ടുള്ള വളരെ 0.1% ഒക്കെ ഉള്ളൂ. അത് വളരെ കൂടുതൽ സഹായമാണ്. അപ്പൊ കടൽക്കക്കയാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് ചെടികളിൽ കാണുന്നത്. കൃഷികൾ ചെയ്യുമ്പോൾ ഉപ്പ് കൊടുക്കുന്നതുമായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷെ ഉപ്പ് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നതിന് കുറെ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ കടൽ വെള്ളം എടുത്ത് ശരിക്കും പറഞ്ഞാൽ പിന്നെ 30 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അതൊരു മെഡിസിനൽ ഉപയോഗമാണ്. ഫെർട്ടിലൈസർ ആയിട്ടുള്ള പ്രവർത്തനവും നടക്കുമെന്നാണ് പഠനം. അപ്പോ എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഈ മണ്ണില് പിന്നെ അസിഡിറ്റി മാറ്റിയെടുത്ത് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചുണ്ണാമ്പ്, അതായത് എന്ന് പറയുന്നത്, അത് നേരത്തെ പറഞ്ഞു ഞാനൊരു ചൂടനാണ് എന്നത്, ചൂട് കൂടുതലുള്ളതാണ്. അപ്പൊ ഇത് ഇടുമ്പോൾ ഒരു കാര്യം 15 ദിവസത്തേക്ക് രാസവളവോ ജൈവവളവോ ഇട്ടിട്ട് കാര്യമില്ല. അതിനൊക്കെ ന്യൂട്രലൈസ് ചെയ്ത് കളയും. അതിനുശേഷം ആ മണ്ണ് കഴുകി വൃത്തിയാക്കപ്പെടണം. അതായത് വെള്ളം ഒരു 3 തവണ ചെല്ലണം. അതുകൊണ്ട് കൃഷി ചെയ്യുന്ന കേരളക്കാർ കൂടുതലും കൃഷി ചെയ്യുമ്പോൾ കുമ്മായം ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും എന്താണ്, മഴക്കാലത്തിന് തൊട്ടു മുമ്പ് മഴ പെയ്യാൻ തുടങ്ങുമ്പോഴാണ്. അത് മണ്ണ് കഴുകി വൃത്തിയാക്കാൻ സഹായിക്കും. ഇനി എപ്പോഴും നീറ്റുകക്ക അങ്ങനെയുള്ള അമ്ലത കുറയ്ക്കുവാനുള്ള സംഗതികൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നീറ്റുകക്ക ഇട്ട് കൊടുത്താൽ നിർബന്ധമായും മണ്ണ് കഴുകി വൃത്തിയാക്കണം എന്നാണ്. മണ്ണ് കഴുകി വൃത്തിയാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊട്ടയിലെടുത്ത് കഴുകണമെന്നല്ല അതിന്റെ അർത്ഥം. എങ്ങനെയാണ് മണ്ണിലെ പിന്നെ പുളിപ്പ് മാറുവാൻ വേണ്ടിയിട്ട് വെള്ളം അഡീഷണൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് മിക്സ് ചെയ്ത് താഴേക്ക് പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങിപ്പോയിക്കോളും. അത് ചെയ്യേണ്ടതെന്ന് വെച്ചാല് കുമ്മായം അല്ലെങ്കിൽ നീറ്റുകക്ക നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മണ്ണിലുള്ള
ന്യൂട്രലൈസേഷന് വേണ്ടിയിട്ട്, അതായത് ആ pH ന്യൂട്രലൈസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഇത് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 15 ദിവസം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ രീതിയിൽ പ്രവർത്തനം ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം പച്ചക്കക്കായില് നമ്മൾ നേരത്തെ പറഞ്ഞു, അതില് പിന്നെ ഏറ്റവും 2 അഭിപ്രായമുണ്ട്. എന്നാലും എന്റെ അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ നല്ലത് കടൽക്കക്കായാണ്. കടൽക്കക്ക പൊടിച്ചത്, കടൽക്കക്കയുടെ പൊടിക്കുന്നത് ഈ കുമ്മായമാണെങ്കിൽ നൈസ് പൊടിയാണ് നീറ്റുകക്കായില് ഏറ്റവും നല്ലത്. അത് പെട്ടെന്ന് മണ്ണുമായിട്ട് പ്രവർത്തിച്ച് അല്ലെങ്കിൽ ആ ജലവുമായിട്ട് പ്രവർത്തിച്ച് അവിടെ ന്യൂട്രലൈസേഷൻ വേഗത്തിൽ നടക്കും. എന്നാൽ പച്ചക്കക്കായ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. പച്ചക്കക്ക പൊടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പച്ചക്കക്കയുടെ പൊടി എന്ന് പറഞ്ഞാൽ 3 തട്ടായിട്ടാണ് നിൽക്കുക. ഒന്ന് നൈസ് പൗഡർ, പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു റവയുടെ തരിയുടെ വലിപ്പമുള്ളത്. മൂന്നാമത്തെ ഇതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു അരിമണിയുടെ വലിപ്പം. ശരിക്കും പറഞ്ഞാൽ ഒരു മോഡൽ പറയുകയാണെങ്കിൽ അവലൂസ് പൊടി വരെയാണ്. അപ്പൊ ഈ നൈസ് പൊടി ആദ്യം തന്നെ ചെന്ന് ന്യൂട്രലൈസേഷൻ നടക്കും. തന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പൊടിഞ്ഞ് ചേരുന്നതായിരിക്കും അടുത്ത ഘടകം. അപ്പൊ നമ്മൾ ഇതിനെ ഇൻഡിക്കേറ്റർ ആയിട്ട്, ഒരു സൂചകമായിട്ട് മണ്ണിന്റെ pH ന്യൂട്രൽ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തില് ആ അരിമണി പോലെ കിടക്കുന്ന തരികള് അവശേഷിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ മണ്ണിന്റെ pH ന്യൂട്രൽ ആണ്. അത് അവശേഷിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ മണ്ണിന്റെ pH ന്യൂട്രലിന് താഴെ പോയി, അതായത് അസിഡിറ്റി വന്നു. അപ്പൊ നമ്മൾ വീണ്ടും ഇട്ട് കൊടുക്കുക. പിന്നെ കുമ്മായം കൂടുതൽ ഇട്ട് കൊടുത്താൽ അതിന് ദോഷഫലങ്ങളുണ്ട്. എന്നാൽ അതായത് പക്ഷെങ്കിൽ പച്ചക്കക്ക ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴാണോ മണ്ണിലെ pH മാറുന്നത് അതനുസരിച്ച് മാത്രമേ ഇത് ന്യൂട്രലൈസേഷന് വിധേയമാവുള്ളൂ. അങ്ങനെ നമ്മൾ മണ്ണ് പരിശോധനയിലേക്ക് പോകുമ്പോൾ നമുക്ക് മണ്ണിലെ ഒരു ചെടിക്ക് വേണ്ട പോഷകങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇങ്ങനെ മൂലകങ്ങളുണ്ട്. 17 മൂലകങ്ങൾ അവരെ 3 ഘട്ടങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ മേടിച്ച് ഉപയോഗിക്കാത്തതാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. രണ്ടാമത്തെ തട്ടിലുള്ള പ്രൈമറി മൂലകങ്ങളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. അത് കഴിഞ്ഞാൽ സെക്കൻഡറി, അങ്ങനെ അങ്ങ് പോകുന്നു. ഇവയെല്ലാം ചെടികൾക്ക് അത്യാവശ്യമാണ്. അപ്പൊ ഇതിനെ ആസ്പദമാക്കിയാണ് ചെടിയുടെ പ്രത്യേകതകൾ വരിക. ഇത് അനുസരിച്ച് ചെടിയെ ഓരോ മൂലകങ്ങളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മണ്ണ് പരിശോധനയിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നൈട്രജൻ കൊടുത്താൽ ഒരു ചെടിയിൽ ചെന്നാല് ആ നൈട്രജൻ എങ്ങനെയാണ് ആ ചെടിയിൽ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇലയും തണ്ടിന്റെയും വളർച്ചയാണ് സഹായിക്കുന്നത്. ഫോസ്ഫറസ് ആണെങ്കിൽ വേരുകളുടെ വളർച്ചയ്ക്കും, പൊട്ടാഷ് ആണെങ്കിൽ കായ്കനികളും അതുപോലെ പൂക്കളും ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. തന്നെ രണ്ടാമത് കാൽസ്യം മണ്ണിലേക്ക് ചെല്ലുമ്പോൾ അത് സെല്ലുകളുടെ ബലം, മണ്ണിന്റെ പുളിപ്പ് നിയന്ത്രിക്കുന്നതിന്, സൂക്ഷ്മജീവികളുടെ വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്നു. പിന്നെ വരുന്നത് മഗ്നീഷ്യമാണ്. ഇലകൾക്ക് പച്ച നിറം നൽകുന്നു, ക്ലോറോഫിലിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. സൾഫർ ആണെങ്കിൽ കായ്കനികളിൽ പൂക്കളുടെ മണം, രുചി, ബാക്കിയുള്ള അതിനെയൊക്കെ സഹായിക്കുന്ന മൂലകമാണ്. അപ്പം ഇത് ഞാൻ കുറച്ച് മാത്രമേ പറയുള്ളൂ നമ്മുടെ സമയപരിധി മൂലം. അപ്പോൾ ചെടികളുടെ ഭാഷ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു ചെടി പറയുന്നത് എന്താണ്, എനിക്ക് ഇന്ന പോഷകം കുറവുണ്ട് എന്ന് ചെടി പറയാറുണ്ട്. ആ ചെടി പറയുന്ന കാര്യങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കാണുന്ന തെങ്ങ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നൈട്രജന്റെ ഡെഫിഷ്യൻസി ആണ് കാണിക്കുന്നത്. അതായത് നൈട്രജന്റെ വളങ്ങളുടെ കുറവ്. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അതിന്റെ വയസ്സായ ഓലകൾ, അതായത് പ്രായം ചെന്ന ഓലകളിലാണ് മഞ്ഞ കളർ വരിക. അത് കവുങ്ങിലാണെങ്കിലും അങ്ങനെയാണ്. കവുങ്ങിൽ മഞ്ഞ കളർ കാണുന്നത് മുഴുവൻ നൈട്രജന്റെ കുറവാണ് എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. തന്നെ ഇത് നൈട്രജന്റെ കുറവാണ്. അതുപോലെ തന്നെ ഇത് ഫോസ്ഫറസിന്റെ കുറവാണ്. ഫോസ്ഫറസിന്റെ കുറവാണെങ്കിലാണ് ഇലയുടെ അരികുകൾ ഒരു പിങ്ക് കളർ വരുന്നത്. അത് ഫോസ്ഫറസിന്റെ കുറവാണ് നമ്മുടെ തക്കാളിയിൽ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ. ഇത് ശരിക്കും പറഞ്ഞാൽ പൊട്ടാഷിന്റെ കുറവാണ്. ഇത് പൊട്ടാഷിന്റെ ഇത് നെല്ലിൽ വരുന്ന കുറവാണ് കാണിക്കുന്നത്. then ഇത് കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസിയാണ്. അതുപോലെ തന്നെ ഇത് ബോറോണിന്റെയും കാൽസ്യത്തിന്റെയും കൂടെ ഇതാണ്. ഇതും ബോറോണില് വാഴയിലുണ്ടാകുന്ന ഡെഫിഷ്യൻസിയാണ്. ഇത് മഗ്നീഷ്യത്തിന്റെ ആണ്. ഇത് സിങ്കിന്റെ ആണ്. ഇതേപോലെ ഓരോ മൂലകങ്ങളുടെയും കുറവ് ചെടികൾ പറയുന്നുണ്ട്. അപ്പം കേരളത്തിൽ കുമ്മായത്തിന്റെ പ്രയോഗത്തിൽ ഇത് കംപ്ലീറ്റ് നമുക്ക് മാറ്റിയെടുക്കാം. ഇത് ബോറോണിന്റെ ആണ്, ഇത് കാൽസ്യത്തിന്റെ ആണ്, ഇത് ബോറോണിന്റെ ഡെഫിഷ്യൻസി ആണ്, ഇത് മുകളിൽ നിന്നുള്ള വ്യൂ ആണ്, അതായത് തണ്ട് വളരാതെ മുരടിച്ചു നിൽക്കുന്നതാണ്. ഇങ്ങനെ ചെടിയുടെ ഭാഷ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി, ഇത് ഇരുമ്പിന്റെ ആണ്, മനസ്സിലാക്കി നമ്മൾ കൃഷി ചെയ്താൽ കൃഷി 100% വിജയിക്കും. ഇത് മണ്ണ് പരിശോധനയുടെ
അപ്പൊ മണ്ണ് എങ്ങനെ പരിശോധിക്കണം, മണ്ണ് പരിശോധന പ്രാധാന്യം എന്താണ്, സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ ലഭിക്കുന്നതിന്റെ അളവ് അറിയാനായിട്ട് അപ്പൊ വളക്കൂറ് പരിശോധിക്കുകയും ഏതൊക്കെ മൂലകങ്ങളുടെ കുറവുണ്ട്, ഏതൊക്കെ മൂലകങ്ങൾ കൂടുതലുണ്ട്, എങ്ങനെയാണ് നമുക്ക് അഡീഷണൽ കൃഷി ചെയ്യുമ്പോൾ ഏതൊക്കെ വളങ്ങൾ ഇട്ടുകൊടുക്കണം, കൂടുതൽ ഇട്ടുകൊടുക്കണം, ഇട്ടുകൊടുക്കേണ്ടാത്ത മൂലകങ്ങൾ ഏതാണ്, അങ്ങനെ നമുക്ക് വളപ്രയോഗത്തിന്റെയും മൂലകങ്ങളുടെ ദൂഷ്യഫലങ്ങളും അതിനോടനുബന്ധിച്ച് നമ്മളുടെ ചെലവും കുറയ്ക്കാൻ വേണ്ടിയിട്ട് മണ്ണ് പരിശോധന നടക്കാം. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അതനുസരിച്ച് വിളകള് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതാക്കാൻ പറ്റും. അപ്പൊ മണ്ണ് സാമ്പിളുകൾ എങ്ങനെ ശേഖരിക്കണം? കൃഷി സ്ഥലങ്ങളിൽ മുഴുവൻ പ്രതിദാനം ചെയ്യുന്ന ഒരു സാമ്പിളാണ് നമുക്ക് വേണ്ടത്. ഒരു ഏക്കറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8 മുതൽ 12 സ്ഥലത്തിൽ നിന്ന് അല്ലെങ്കിൽ 10 മുതൽ 12 സ്ഥലത്തിൽ നിന്ന് സാമ്പിളുകൾ എടുക്കേണ്ടതുണ്ട്. അത് എടുക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഒരു പ്രത്യേകതയുള്ള സ്ഥലത്ത് നിന്നും എടുക്കരുത്. സിക്സാഗ് ഇവിടെ കണ്ടില്ലേ, കുറച്ച് ഒരു ഡോട്ടർ ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ ഒരു പ്രത്യേകതയും ഇല്ലാത്ത സ്ഥലത്തു നിന്നാണ് മണ്ണ് സാമ്പിൾ എടുക്കേണ്ടത്. അതിന്റെ ഒരു ചെടിയുടെ ചോട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ 15 മുതൽ 20 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1/2 മുതൽ 3/4 അടി വരെ എടുക്കാം. വാഴയ്ക്കാണെങ്കിൽ 2 അടി താഴ്ച എടുക്കാം. ശരിക്കും അകലവും കൂടെ ഉണ്ട്. ഈ രീതിയിൽ നമുക്ക് ആവശ്യത്തിന് അതിന്റെ വേരിന്റെ ഓട്ടം എവിടം വരെ പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ എങ്കിൽ നമുക്ക് മിനിമം എടുക്കേണ്ടത് 1/2 അടി തുടങ്ങി 3/4 അടി വരെയാണ് എടുക്കേണ്ടത്. എന്നാൽ ഈ മണ്ണ് സാമ്പിളുകൾ എടുക്കുമ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട കുറെ സ്ഥലങ്ങളുണ്ട്. അടുത്തിടെ വളം ചെയ്ത സ്ഥലങ്ങൾ, വളക്കുഴിയോട് അടുത്തിട്ടുള്ളത്, കമ്പോസ്റ്റിന്റെ കുഴിയുടെ അടുത്തുള്ള സ്ഥലങ്ങൾ എടുക്കരുത്. വീട്, റോഡ് ഇവയിൽ എടുക്കരുത്. കൃഷിയോഗ്യമല്ലാത്ത നമ്മുടെ കൃഷിയുടെ സ്ഥലത്തിന് തൊട്ടടുത്ത് കൃഷിയോഗ്യമല്ലാത്ത സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എടുക്കരുത്. വരമ്പ്, വെള്ളച്ചാല്, വെള്ളം അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് എടുക്കരുത്. ഇനി വീണ്ടും ശ്രദ്ധിക്കേണ്ടത് വളം, കുമ്മായം എന്നിവ ചേർത്ത് 3 മാസത്തിലൊരിക്കൽ കഴിഞ്ഞ സ്ഥലത്ത് നിന്ന് സാമ്പിൾ എടുക്കരുത്. സാമ്പിൾ പരിശോധിക്കേണ്ടത് കൂടുതൽ താമസം എടുക്കാൻ പാടില്ല. ഓരോ കൃഷി ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് മണ്ണ് സാമ്പിൾ എടുക്കണം. അതിനുശേഷം നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യണം, അതിനകത്ത് എഴുതി വെക്കണം. എഴുതി അത് നമുക്ക് കൊടുക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ഇനി മണ്ണ് സാമ്പിൾ എടുക്കേണ്ടത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ഇങ്ങനെ നമ്മൾ ശരിക്കും ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മണ്ണിനെ വെട്ടി മാറ്റേണ്ടതുണ്ട്. ഒരു ത്രികോണാകൃതി, ഒരു കേക്കിന്റെ പോലെ നമ്മൾ ആദ്യത്തെ ശരിക്കും നമ്മൾ സാധാരണ കർഷകർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മണ്ണിന്റെ ഉപരിതലത്തിൽ തൂമ്പ കൊണ്ട് 1 ഇഞ്ച് കനത്തില്, ഒരു 1.5 ഇഞ്ച് കനത്തില് പുല്ലുണ്ടാവും അല്ലെങ്കിൽ കളയുണ്ടാവും. അത് മുഴുവൻ ചെത്തി മാറ്റുന്നത് അതിന്റെ കൃത്യതയ്ക്ക് ബാധിക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കൈക്കോട്ട് കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് വെട്ടി ആ ട്രയാങ്കിൾ ഷേപ്പിൽ മാറ്റിയതിനു ശേഷം, ഇത് ഷവലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എന്നിട്ട് 1 ഇഞ്ച് കനത്തില് താഴേക്ക് അരിഞ്ഞിറക്കി ആ മണ്ണാണ് നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ എടുക്കുന്നത്. ഇങ്ങനെ ഒരു ഏക്കറിൽ നിന്ന് 10 തുടങ്ങി 12 സ്ഥലത്ത് നിന്ന്, നമ്മളൊക്കെ 1-2 സ്ഥലത്തു നിന്നാണ് എടുക്കുക. അപ്പൊ അതിന്റെ ആക്യുറസി കുറയും. ഇങ്ങനെ എടുത്ത മണ്ണ്, അതിനകത്തുള്ള കല്ല്, മണ്ണ്, വേര്, ബാക്കിയുള്ളതെല്ലാം മാറ്റിയതിനു ശേഷം ഇത് എല്ലാ സ്ഥലത്തു നിന്നും ഈ 8 അല്ലെങ്കിൽ 10 സ്ഥലം അല്ലെങ്കിൽ 12 സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന മണ്ണ് 1/2 കിലോ വീതമാണ് ശേഖരിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ 10 സ്ഥലമാണെങ്കിൽ ഒരു ശരിക്കും പറഞ്ഞാൽ 1/2 കിലോ വെച്ച് എടുക്കുമ്പോൾ ഒരു 5 കിലോ അല്ലെങ്കിൽ 6 കിലോ ടോട്ടൽ ഉണ്ടാവും. ഈ 6 കിലോയും അതിനകത്ത് തണലത്തിട്ട് നമ്മൾ ഉണക്കും. അതിനുശേഷം ഒരു ചതുർവിഭജനം എന്നൊരു പ്രക്രിയ, അതായത് ഇതൊരു അപ്പം പോലെ എടുത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രോസ് വരച്ച് പ്രദക്ഷിണ ദിശയിൽ 1, 2, 3, 4 ഇങ്ങനെ എടുക്കാം. 1, 2, 3, 4 ഈ രീതിയിൽ ഇതാക്കി നമുക്ക് വേണമെങ്കിൽ 2ഉം 4ഉം ഒഴിവാക്കാം. ഇവിടെ നമ്മൾ 2ഉം 4ഉമാണ് ഒഴിവാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ബാക്കിയുള്ളത് 1ഉം 3ഉമാണ് അവശേഷിക്കുന്നത്. അവ വീണ്ടും എന്ത് ചെയ്യാം? നന്നായിട്ട് മിക്സ് ചെയ്ത് നേരത്തെ പ്രക്രിയ, അതായത് ചതുർവിഭജനം തുടർന്നുകൊണ്ടേയിരിക്കുക. ഏറ്റവും അവസാനം 1/2 കിലോ ആകുന്നത് വരെ ആക്കുക. 1/2 കിലോ ആയതിനു ശേഷം ഇതൊരു പ്ലാസ്റ്റിക്, ഇത് തണലത്തിട്ട് ഉണക്കണം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാണേ, അത് മറക്കരുത്. വെയിലത്തിട്ട് ഉണക്കരുത്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൽ ഈ മണ്ണ് എടുത്ത് പാക്ക് ചെയ്ത് വെക്കുക. അതിനകത്ത് മണ്ണിന്റെ സാമ്പിള്, ആ മണ്ണ് സാമ്പിളിൽ നമ്മളുടെ കൃഷിയിടങ്ങളിലെ വിവരങ്ങൾ ബാക്കിയുള്ളത് ചെയ്യണം. അത് നമ്മളൊരു പേപ്പറിൽ എഴുതിയിടുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് കർഷകന്റെ പേര്, മേൽവിലാസം, ഫോൺ നമ്പർ, മണ്ണിന്റെ ഘടന, വളപ്രയോഗം നടത്താറുണ്ടോ ഇല്ലയോ, എത്ര നാൾ മുമ്പാണ് വളപ്രയോഗം നടത്തിയത്, മുമ്പെടുത്ത കൃഷി ഏതൊക്കെയാണ്, ഈ വിധത്തിൽ ഒരു ചെറിയ ചാർട്ടും കൂടെയുണ്ട്. അത് രീതിയിൽ മണ്ണ് സാമ്പിള് എടുത്ത് കൃത്യമായി പാക്ക് ചെയ്ത് പേന കൊണ്ട് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്തേക്ക് പേപ്പറിൽ എഴുതി നമ്മൾ ആ മണ്ണ് സാമ്പിളിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ചില സമയത്ത് ഈ ശരിക്കും ഉണങ്ങാത്തതാണെങ്കിൽ ആ ഈർപ്പം പിടിച്ച് ആ പേപ്പറുകള് അതിനകത്ത് എഴുതിയിരിക്കുന്ന വിവരങ്ങളും കംപ്ലീറ്റ് നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്നൊരു റിപ്പോർട്ട് എടുക്കുക എന്ന് പറയുന്നത്
നമുക്ക് ലഭിക്കുന്നത് കൃത്യത കിട്ടാതെ വരും. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഈ മണ്ണ് പരിശോധന സാമ്പിളിന്റെ ഡാറ്റ ഷീറ്റ് പൊതിഞ്ഞ് ആ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് അതിനകത്തേക്ക് വീണ്ടും ആ മണ്ണിന്റെ കവറിലേക്ക് ഇട്ടിട്ട് അയക്കുകയായിരിക്കും ഏറ്റവും ഉത്തമം. അതല്ലെങ്കിൽ പെൻസിൽ കൊണ്ട് എഴുതണം. നനവ് വന്നാൽ സ്പ്രെഡായി പോകാതിരിക്കാനും കട്ടിയുള്ള പേപ്പറിൽ എഴുതുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മെത്തേഡിൽ ഏറ്റവും ഉചിതം എന്ന് തോന്നുന്നു വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ മണ്ണ് സാമ്പിൾ എടുത്ത് നമുക്ക് വിവിധ രീതിയിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പൊ മണ്ണിന്റെ pH 6.5 ഞാൻ ഒരു ചെറിയ ടേബിൾ പറയുന്നു എന്ന് മാത്രം. മണ്ണിന്റെ pH 6.5 ഇടയ്ക്കാണെങ്കിൽ 2.5 ഏക്കറിലേക്ക് 100 കിലോ നമ്മുടെ കുമ്മായ, നീറ്റുകക്ക അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി 5.5 6 ഇടയ്ക്കാണെങ്കിൽ 250 കിലോ എത്ര ഏക്കറിലേക്ക്, 2.5 ഏക്കറിലേക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ 5 to 5.5 ആണ് പിന്നെയും തീവ്രമാണെങ്കിൽ 350 കിലോ ഒരു ഹെക്ടറിലേക്ക് കൊടുക്കേണ്ടി വരും. 4.5 5 ഇടയ്ക്കാണെങ്കിൽ 600, പിന്നെ താഴേക്ക് വരും തോറും അത് 800 1200 എന്നിങ്ങനെ കണക്കിന് പോകും. അപ്പം കുമ്മായ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ വിശദമായിട്ട് പറയുകയാണ്. കുമ്മായ വസ്തുക്കളുടെ തരിയുടെ വലിപ്പം കുറയ്ക്കുന്നത് നല്ലതാണ്. നീറ്റുകക്ക കൂടുതൽ അളവിൽ ഇട്ട് കൊടുത്താൽ ബോറോൺ, ഇരുമ്പ്, മാംഗനീസ്, കോപ്പർ, സിങ്ക് എന്നിവയുടെ അഭാവം ഉണ്ടാവും. പരമാവധി നീറ്റുകക്കയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഇലയിൽ വീഴാതെ വേണം ഇത് ഉപയോഗിക്കാൻ. എപ്പോഴും കൊടുക്കുന്നത് സ്പ്ലിറ്റഡ് ഡോസ് ആയിട്ട് കൊടുക്കുന്നത് ഉത്തമമാണ്. ഒറ്റ തവണ തന്നെ കൊടുത്ത് തീർക്കാതെ 2 3 തവണയായിട്ട് കൊടുക്കാം. അതായത് 2 തവണയാണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുക. വാഴയ്ക്ക് നടുന്നതിന് മുമ്പായി കുഴി എടുത്തതിന് ശേഷം കുഴിയിൽ 1 കിലോ ഇട്ടത് ശേഷം 15 ദിവസം കഴിഞ്ഞ് മണ്ണും ബാക്കിയുള്ളതും അടിവളവും ചാണകവും ജൈവവളങ്ങളും ഇട്ട് തള്ളക്കുഴി കുഴിച്ച് അതിനകത്ത് ഒരു പിള്ളക്കുഴി കുഴിച്ച് അതിനകത്ത് നമ്മുടെ സൂചിക്കന്ന് വെച്ച് ഈ സൂചിക്കന്ന് വളർന്ന് 90 ദിവസം കഴിയുമ്പോൾ, അതായത് 3 മാസം പൂർത്തിയാകുമ്പോൾ 1/2 കിലോ കുമ്മായം കൂടെ ഇട്ട് ഒരു വീണ്ടും ഒരു വളപ്രയോഗങ്ങളൊക്കെ നടത്തേണ്ടത്. അതായത് നമുക്ക് വാഴകൃഷിയിൽ ശരിക്കും പറഞ്ഞാൽ ഓരോ മാസവും വളപ്രയോഗം നടത്തും. അതായത് നമ്മുടെ 90ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യുക, ഓട്ടോമാറ്റിക് ആയിട്ട് കാൽസ്യത്തിന്റെ അംശം കൊടുത്തിരിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും നല്ലത് 1/2 കിലോ കുമ്മായം കൂടെ ഇട്ടതിന് ശേഷം നിങ്ങൾ വളപ്രയോഗം നടത്തി നോക്കുക. ആ ഒരു ചെടിയെ നിങ്ങൾ വേണമെങ്കിൽ ഒരു സാമ്പിൾ എന്ന നിലയ്ക്ക് 2 ചെടികൾ അടുത്തടുത്ത് 2 വാഴകൾ അടുത്തടുത്ത് നടത്തുക. എന്നിട്ട് ഒരു വാഴയിൽ ഈ 1.5 കിലോ, ആദ്യത്തേത് 1 കിലോ, രണ്ടാമത്തെ 90 ദിവസം കഴിഞ്ഞിട്ട് 1/2 കിലോ ഇതിട്ട് കൊടുത്ത ചെടിയും ബാക്കിയുള്ള ചെടിയുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുക. ഒരൊറ്റ സീസൺ കൊണ്ട് നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം നിങ്ങളുടെ കണ്ണുകളിൽ നേരിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ 15 ദിവസം കഴിഞ്ഞിട്ട് നീറ്റുവെക്കായാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, രാസവളവും ജൈവവളവും ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം ഈ രീതിയിൽ മണ്ണ് സാമ്പിൾ എടുത്ത് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് മണ്ണ് സാമ്പിൾ എടുത്ത് പരിശോധിക്കാൻ ഇഷ്ടംപോലെ ലാബുകളുണ്ട്. കൃഷി വകുപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ കൃഷിഭവൻ ത്രൂ നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് പൈസ അടച്ചു കഴിഞ്ഞാൽ കൃഷിഭവന്റെ ലാബുകളിൽ നിന്നും സോയിൽ സാമ്പിൾ ടെസ്റ്റിംഗ് ലാബുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഓരോ ജില്ലയിലും കേന്ദ്രീകരിച്ചിട്ട് മിക്കവാറും എല്ലാ ജില്ലയിലും തന്നെ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് തന്നെ ഒന്ന് അസിഡിക് ആണ് എത്രയുണ്ട് ഒരു ആവറേജ് ഒക്കെ അറിയണമെങ്കിൽ നമുക്ക് ഈ 4-in-1 സോയിൽ സർവേ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞൊരു സാധനം ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും. നല്ല ക്വാളിറ്റി മേടിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3000 വരെ വരുന്ന നല്ല ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടുന്ന സാധനമുണ്ട്. അങ്ങനെയല്ല, അല്ല ഇനിയിപ്പോ ഇത് 750 ഒക്കെ ഉണ്ടാവും. അപ്പൊ 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും അത് നശിച്ചു പോകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം ഈ pH മീറ്ററിൽ ഇതിന് pH മാത്രമാണ്. 4-in-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പിന്നെ വരുന്നത് pH, ഇത്രയും നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. അപ്പം ഇതിനകത്ത് വരുന്നതിന് ഈ രീതിയിലാണ്. ഇതിനകത്ത് ഒരു ബൾബ്, ഈ ചുവട്ടിലുള്ള ബൾബാണ് സെൻസർ. ഇത് വെച്ചിട്ട് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ന്യൂട്രൽ ആയിട്ടാണ് കാണിക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് മണ്ണ് പരിശോധന നടത്തിയാൽ ആ മണ്ണിന്റെ pH ഏകദേശം 100% ക്ലിയർ ആകണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഏകദേശം അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ 6.5 7 അല്ലെങ്കിൽ 5 4 4.5 ഇങ്ങനെ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ pH നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ കുറഞ്ഞാണ്. പിന്നെ കൂടുതൽ അതിനേക്കാളും പുതിയ മെഷീൻസ് ഇഷ്ടംപോലെയുണ്ട്. ഇത് ഒരു മണ്ണ് സാമ്പിൾ എടുത്ത് നോക്കിയതിനാണ് 6.5 ആണ്. അവിടെ വളരെ കുറഞ്ഞ കുമ്മായം മതി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6.5 7 ഒക്കെ ആണെങ്കിൽ, വളരെ 6 to 6.5 ഒക്കെ ആണെങ്കിൽ നമുക്ക് വേണ്ടത് 100 കിലോ ആണ് 2.5 ഏക്കറിന് വേണ്ടത്. ഇത് രീതിയിൽ നോക്കാം. ഇപ്പൊ പുതിയ സെൻസർ ടൈപ്പ് ഉണ്ട്. ഇതിനകത്ത്
നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും, അതായത് സോയിൽ ടെമ്പറേച്ചർ, സോയിൽ ഹ്യൂമിഡിറ്റി, pH, പിന്നെ നൈട്രജന്, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഇവയൊക്കെയാണ് 7 എണ്ണം അളക്കാൻ പറ്റുന്ന മെഷീനാണ് ഈ കാണിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും പിന്നെ ECയും ഇങ്ങനെ ആ ഈസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഈസി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ജൈവവളമാണോ രാസവളമാണോ ചെടി ആഗിരണം ചെയ്യുന്നത്, ഇട്ട് കൊടുത്തിരിക്കുന്ന വളം എന്ന് ചെടി അറിയത്തില്ല. ചെടി ആകെ ആഗിരണം ചെയ്യുന്നത് അയോണുകളുടെ രൂപത്തിലാണ്. ആ അയോണുകളുടെ പ്രാധാന്യമാണ് ഈസി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇത് മണ്ണ് സാമ്പിളിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എപ്പോഴും ആ റിസൾട്ടിൽ അത് എഴുതിയിട്ടുണ്ടാവും. ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നമ്മൾ മണ്ണ് പരിശോധന നടത്തി ചെയ്താൽ, ഇതിനകത്ത് കണ്ടോ നൈട്രജൻ, ഫോസ്ഫറസ്, ഇതൊരു മണ്ണ് സാമ്പിളിന്റെയാണ്. നൈട്രജൻ 14, ഫോസ്ഫറസ് പിന്നെ 18, പൊട്ടാസ്യം 19, ഇതനുസരിച്ചിട്ട് ചെയ്യുന്ന രീതി. ഇത് വേറൊരു റിസൾട്ടാണ്. ഈ രീതിയിൽ മണ്ണ് സാമ്പിളുകൾ എടുത്ത് നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ലഭിക്കുന്ന മണ്ണ് സാമ്പിള് എടുത്ത് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് മണ്ണിന്റെ അമ്ലത, അതുപോലെ തന്നെ മണ്ണിന്റെ ഈസി, ഞാൻ പറഞ്ഞ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, പിന്നെ ജൈവാംശത്തിന്റെ അളവ്, ജൈവാംശത്തിന്റെ അളവ്, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം എല്ലാം നമുക്ക് വേണമെങ്കിൽ നോക്കാം. നമുക്ക് മേജറായിട്ട് നോക്കേണ്ടത് പിന്നെ നൈട്രജന്റെയും ഫോസ്ഫറസിന്റെയും പൊട്ടാസ്യത്തിന്റെയും, അതുപോലെ തന്നെ നമുക്ക് മണ്ണിന്റെ ഈസി ഒരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മുടെ pH. ഈ 5 കാര്യങ്ങൾ തന്നെ നമുക്ക് കിട്ടിയാൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ കൃഷിയെ വളരെ പ്രത്യേക രീതിയിൽ തന്നെ, അതായത് ഒരു പിന്നെ അസൂയാവഹമായി തന്നെ നമ്മുടെ കൃഷി വിജയിപ്പിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഇതനുസരിച്ച് നമുക്ക് വിവിധ രീതിയിലുള്ള വളപ്രയോഗങ്ങൾ വരും. ഈ വളപ്രയോഗങ്ങൾ നടത്തി നമുക്ക് ചെയ്യാവുന്നതാണ്. കുമ്മായത്തിന്റെ പ്രത്യേകത ഇതൊക്കെ ഇനി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് പിടിച്ച് വേഗം വിടുവാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.